ഓം ശാന്തി. ആത്മിക സ്ഥിതിയിൽ സ്ഥിതമായി ഞാൻ എൻ്റെ യഥാർത്ഥ സ്വരൂപത്തെ കാണുന്നു. ഞാൻ ഒരു ചെറിയ സ്റ്റാറാണ്. പരമാത്മാ ശിവബാബ സുപ്രീം സ്റ്റാറാണ്. സുപ്രീം സ്റ്റാർ ശിവബാബയുടെ ഓർമ്മയിൽ മഗ്നമായി ഞാൻ അനുഭവം ചെയ്യുന്നു. ഞാൻ ആത്മാവും പരംപിത പരമാത്മാവും ഒരു സൂക്ഷ്മ പ്രകാശത്തിൻ്റെ വയറിൽ കണക്റ്റഡ് ആയിരിക്കുന്നു. എനിക്ക് പരിധിയില്ലാത്ത ബാബ എൻ്റെ സമീപമാണെന്ന അനുഭവമുണ്ടാകുന്നു. ശിവബാബയിൽ നിന്നും പ്രകാശകിരണങ്ങളും ശക്തി കിരണങ്ങളും ഞാൻ ആത്മാവിലേക്ക് പ്രവേശിച്ചു കൊണ്ടിരിക്കുകയാണ്. ഞാൻ ആത്മാ പരമാത്മ ലൈറ്റ് മൈറ്റിനാൽ സമ്പന്നമാകുന്നു. യോഗബലത്തിലൂടെ വികർമാജീതാകുന്നു. ബുദ്ധി സ്വച്ഛവും ദിവ്യവുമായി കൊണ്ടിരിക്കുന്നു. ഞാൻ ബാപ്പ് സമാനം ലൈറ്റ് ഹൗസ് ആണ്. ടവർ ഓഫ് ലൈറ്റ് ആണ്. ഞാൻ പരമാത്മ ലൈറ്റ് മൈറ്റിൽ സമ്പന്നമായ സാക്ഷാത്കാരമൂരത് ഫരിസ്തയാണ്. പ്രകാശ സ്വരൂപമാണ്. ശക്തി സ്വരൂപമാണ്. ഞാൻ വിശ്വത്തിൻ്റെ ഗ്ലോബിന് മുകളിലിരുന്ന് മുഴുവൻ വിശ്വത്തെയും കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ ലോകം തമോപ്രധാനമായിരിക്കുന്നു. മുഴുവൻ സൃഷ്ടിയിലും അന്ധകാരമാണ്. ഇവിടം നരകമായിരിക്കുന്നു. എനിക്ക് സർവരെയും ഈ വിഷയസാഗരത്തിൽ നിന്നും മറുകര കടത്തണം. സർവ ആത്മാക്കൾക്കും സെർച്ച് ലൈറ്റ് നൽകി മുക്തിധാമത്തിലേക്കും ജീവൻ മുക്തിധാമത്തിലേക്കും കൊണ്ടുപോകാനായി വഴി കാണിച്ചു കൊടുക്കുന്നു. സർവർക്കും സ്വീറ്റ് ഹോമിലേക്കുള്ള വഴി കാട്ടിക്കൊടുക്കുന്നു. സർവർക്കും ജ്ഞാനയോഗത്തിൻ്റെ ചിറക് നൽകുന്നു. ഞാൻ സൃഷ്ടിരൂപി ഗ്ലോബിന് മുകളിലിരിക്കുന്ന ഫരിസ്തയാണെന്ന അനുഭവം ചെയ്യുന്നു. ഞാൻ ടവർ ഓഫ് പീസ് ആണ്. എൻ്റെ ഡിവൈൻ ലൈറ്റ് 4 ഭാഗത്തും വ്യാപിച്ചു കൊണ്ടിരിക്കുന്നു. ഞാൻ എൻ്റെ സെർച്ച് ലൈറ്റ് വിശ്വത്തിൽ സർവ ആത്മാക്കളുടെ മേലെയും കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ പ്രകാശം ദൂരെ ദൂരേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. ഞാൻ എൻ്റെ സെർച്ച് ലൈറ്റിലൂടെ വിശ്വത്തിലെ അലയുന്ന ആത്മാക്കൾക്ക് മുക്തിധാമം ജീവൻ മുക്തിധാമത്തിലേക്കുമുള്ള വഴി കാട്ടുന്നു. സെർച്ച് ലൈറ്റിൽ ആകർഷിതമായി
ആത്മാക്കൾ ബാബയുടെ സമീപത്തേക്ക് വരുന്നു. സെർച്ച് ലൈറ്റിലൂടെ ജീവൻ മുക്തിയിലേക്കുള്ള വഴി കാണപ്പെടുന്നു. അനേക ആത്മാക്കൾ ഈ വഴിയിൽ നടന്നു പോകുകയാണ്. ഞാൻ അതിരാവിലെ ഉണർന്ന് ബാബയോട് മധുരമായി ആത്മീയ സംഭാഷണം നടത്തുന്നു. ബാബ നൽകിയ പഠിപ്പിന് അയവിറക്കുന്നു. അമൃതവേളയിൽ ഞാൻ സ്വയത്തോട് സംസാരിക്കുന്നു. മുഴുവൻ ഡ്രാമയുടെയും ആദി മധ്യ അന്ത്യത്തെ സ്മരിക്കുന്നു. ബാബയെ ഓർമ്മിക്കുന്നു. അതിനാൽ മുഴുവൻ ദിവസവും സന്തോഷത്തിലിരിക്കുന്നു. ഞാൻ പഠിത്തത്തിൻ്റെ റിഹേഴ്സൽ നടത്തുന്നു. ഭഗവാൻ വഴി കാണിച്ചു തന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ വൃക്ഷത്തിൻ്റെ ആദ്യം വന്ന് പുതിയ ലോകത്തിൽ രാജ്യം ഭരിക്കുന്നു. ഇപ്പോൾ ചക്രം പൂർത്തിയായി എനിക്ക് വീട്ടിലേക്ക് തിരിച്ചു പോകണം. ബാബ നിർദ്ദേശം നൽകുന്നു, എന്നെ ഓർമ്മിക്കൂ. ഇപ്പോൾ ഞാൻ ബാബയിലൂടെ യോഗ്യനായിക്കൊണ്ടിരിക്കുന്നു. ബാബ എന്നെ തനിക്ക് സമാനമാക്കുന്നു. എന്നെ ബാബയുടെ അടികത്തിരുത്തുന്നു. വിശ്വത്തിന്റെ അധികാരിയാക്കുന്നു. പുഷ്പമാക്കി മാറ്റുന്നു. പിന്നെ ടീച്ചറായി പഠിപ്പിക്കുന്നു. ബാബ എന്നെ ശബ്ദത്തിനു മുപരിയിലേക്ക് കൊണ്ടുപോകാൻ വന്നിരിക്കുകയാണ്. ഞാൻ ശ്രേഷ്ഠ ധർമ്മത്തിലുള്ളവരായിരുന്നു. പിന്നീട് ധർമ്മഭ്രഷ്ടരും കർമ്മഭ്രഷ്ടരുമായി. ബാബ സന്മുഖത്തിലിരിക്കുന്നു. മനസ്സിലാക്കി തന്നു, എനിക്കിപ്പോൾ ബൃഹസ്പതി ദശയാണ്. വൃക്ഷപതിയായ ഭഗവാൻ എന്നെ പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്നു. ഞാൻ വിചാരസാഗര മഥനം ചെയ്യുന്ന ശീലമുണ്ടാക്കുന്നു. ഞാൻ ഭാരതത്തിൻ്റെ സത്യമായ ആത്മീയ സേവ ചെയ്യുന്നു. ബാബ പറയുന്നു, പഠിച്ചുകൊണ്ടിരിക്കൂ, ലക്ഷ്യം മുന്നിൽ നിൽക്കുന്നു. ഞാൻ കേവലം ഭഗവാനെ മാത്രം ഓർമ്മിക്കുന്നു. ബാബ എന്നെ ജ്ഞാനരത്നങ്ങളാൽ അലങ്കരിക്കുന്നു. ഞാൻ ഗൃഹസ്ഥ വ്യവഹാരത്തിലിരിക്കുന്നു. പവിത്രമാകാനുള്ള ദൃഢസങ്കല്പം ചെയ്യുന്നു. പഠിപ്പിൽ പൂർണ്ണ ശ്രദ്ധ വയ്ക്കുന്നു. അച്ഛൻ, ടീച്ചർ, സദ്ഗുരുവിൻ്റെ നിന്ദ ഉണ്ടാകുന്ന തരത്തിൽ യാതൊരു കർമ്മവും ചെയ്യില്ല. വിചാരസാഗര മഥനം ചെയ്യുന്ന ശീലമുണ്ടാക്കി. ബാബയിൽ നിന്നും ഏത് ജ്ഞാനമാണോ ലഭിച്ചത് അതിനെ ഓർമ്മിച്ച് അപാര സന്തോഷത്തിലിരിക്കുന്നു. ആരോടും വെറുപ്പില്ല. സമ്പൂർണതയുടെ പ്രകാശത്തിലൂടെ അജ്ഞാനത്തിൻ്റെ പർദ്ദ നീക്കുന്ന സെർച്ച് ലൈറ്റായി ഭവിക്കൂ. ഞാൻ അന്തർമുഖിയായി ഗുപ്തമായ അനുഭവങ്ങളുടെ രത്നങ്ങളാൽ സ്വയത്തെ
നിറവുള്ളതാക്കുന്നു. വിശ്വത്തെ അലച്ചിലിൽ നിന്നും രക്ഷപ്പെടുത്തി സുഖമയമായ ലോകം, സ്വർണിമ ലോകം നിർമ്മിക്കുന്ന ഭൂമിയിലെ നക്ഷത്രമാകൂ. ബാബയുടെ വരദാനമാണ് സെർച്ച് ലൈറ്റായി ഭവിക്കൂ. പുരുഷോത്തമ ആത്മാക്കൾ വിശ്വത്തിൽ സുഖശാന്തിയുടെ ശ്വാസം നൽകുന്നതിന് നിമിത്തമാകുന്നു. മായയുടെയും പ്രകൃതിയുടെയും ആകർഷണത്തിൽ നിന്നും അകലം പ്രാപിച്ച് ഞാൻ സദാ ഹർഷിതമായിരിക്കുന്നു. ഓം ശാന്തി.